നമസ്കാരം. ഇന്ത്യയും പാകിസ്ഥാനും ഒരു പൂർണ്ണമായ അല്ലെങ്കിൽ സമ്പൂർണ്ണമായ ഒരു യുദ്ധത്തിലേക്ക് പോലും പോകാവുന്ന ഒരു സാഹചര്യമുണ്ട് ഇപ്പോൾ. പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു സർജിക്കൽ സ്ട്രൈക്ക് മാത്രമായിരിക്കില്ല, ഒരുപക്ഷെ പാകിസ്ഥാനെ തന്നെ ഇല്ലാതാക്കാനുള്ള ശ്രമം ഇന്ത്യ നടത്തിയേക്കും എന്ന ചില റിപ്പോർട്ടുകളും വരുന്നുണ്ട്. കാരണം 2016-ലും 2019-ലും ഭീകരാക്രമണങ്ങൾക്ക് ശേഷം നമ്മൾ നടത്തിയത് സർജിക്കൽ സ്ട്രൈക്കുകളായിരുന്നു. അതായത് ഭീകരരുടെ കേന്ദ്രങ്ങൾ മാത്രം ആക്രമിക്കുക, സൈന്യത്തെയോ സാധാരണ ജനങ്ങളെയോ ആക്രമിക്കാതിരിക്കുക. ഇതായിരുന്നു ഇന്ത്യൻ തന്ത്രം. പക്ഷേ അത് ഒരു ദീർഘകാലത്തേക്ക് വിജയിച്ചുവെങ്കിലും വീണ്ടും പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ ഭീകരതയെ ആയുധമാക്കി ഇന്ത്യക്ക് നേരെ പോരാടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനെ കൃത്യമായ പാഠം പഠിപ്പിക്കുക, ശാശ്വതമായി പാകിസ്ഥാനെ പാഠം പഠിപ്പിക്കുക എന്ന ഒരു നിലപാടിലേക്ക് ഇന്ത്യൻ സൈന്യം മാറിയിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് വരുന്നത്. ഇങ്ങനെ ആക്രമണത്തിൻ്റെ രീതി, ആക്രമണത്തിൻ്റെ സ്വഭാവം, ആക്രമണത്തിൻ്റെ സമയം ഇതെല്ലാം തിരഞ്ഞെടുക്കാൻ സൈന്യത്തിന് രാജ്യത്തിൻ്റെ ഭരണകൂടം സമ്പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ട്. അതുകൊണ്ട് തന്നെ യുദ്ധതന്ത്രങ്ങൾ രണ്ട് രാജ്യങ്ങളിലും വളരെ വിപുലമായി തന്നെ നടക്കുന്നുണ്ട്. ഇന്ത്യൻ യുദ്ധതന്ത്രങ്ങൾക്ക് പ്രതിരോധം തീർക്കുക എന്നതാണ് ഇപ്പോൾ പാകിസ്ഥാൻ ചെയ്തു വരുന്ന പണി. കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേശക സമിതി, നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറി ബോർഡ് പുനഃസംഘടിപ്പിച്ചിരുന്നു. അതായത് ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറി ബോർഡിൻ്റെ ചെയർമാനായി മുൻ മേധാവിയായിരുന്ന അലോക് ജോഷിയെ ചെയർമാനായി നിയമിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു പുനഃസംഘടന നടത്തിയത്. അലോക് ജോഷി ചെയർമാനാവുന്നു. മറ്റ് ചില അംഗങ്ങളിലും മാറ്റങ്ങളുണ്ട്. മുൻ വെസ്റ്റേൺ എയർ കമാൻഡർ PM സിൻഹ, മുൻ സദേൺ ആർമി കമാൻഡർ ജനറൽ AK സിംഗ്, അതോടൊപ്പം തന്നെ റിയർ അഡ്മിറൽ മോണ്ടി ഖന്ന എന്നിവരെയാണ് റിട്ടയർഡ് സൈനിക ഉദ്യോഗസ്ഥർ എന്ന നിലയിൽ ഈ ബോർഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. IPS ഉദ്യോഗസ്ഥരിൽ നിന്നും റിട്ടയർഡ് IPS ഉദ്യോഗസ്ഥരായ രാജീവ് രഞ്ജൻ വർമ്മ, മൻമോഹൻ സിംഗ് എന്നിവരെയും ഈ സമിതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു റിട്ടയർഡ് IFS ഉദ്യോഗസ്ഥനായ B വെങ്കടേഷ് വർമ്മയെയും ഈ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറി ബോർഡിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു പുനഃസംഘടന ഇന്ത്യ നടത്തിയത്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഒരു ഭാഗത്തുണ്ട്. അദ്ദേഹത്തെ സഹായിക്കാനാണ് ഇത്തരത്തിലൊരു അഡ്വൈസറി ബോർഡ് കൂടി. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഉണ്ടാകേണ്ട അല്ലെങ്കിൽ സംഘർഷത്തിൻ്റെ അരികിൽ ഈ രണ്ട് രാജ്യങ്ങൾ നിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യ നടത്തിയ പുനഃസംഘടന. ഇന്നലെയായിരുന്നു ഇന്ത്യ ഇത്തരത്തിലൊരു പുനഃസംഘടന, വളരെ നിർണായകമായ ഒരു പുനഃസംഘടന നടത്തിയത്. അതിനെ തുടർന്ന് പാകിസ്ഥാനും അത്തരത്തിലൊരു പുനഃസംഘടന ഇപ്പോൾ നടത്തുകയാണ്. ദേശീയ സുരക്ഷാ അഡ്വൈസറി ബോർഡിൻ്റെ ചെയർമാനായി ഉദ്യോഗസ്ഥൻ വന്നുവെങ്കിൽ ഇപ്പുറത്ത് പാകിസ്ഥാൻ്റെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറായി അവിടുത്തെ ചാരസംഘടനയായ ISIയുടെ ചീഫിനെ നിയമിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ. അതായത് ISI മേധാവി ലഫ്റ്റനൻറ്റ് ജനറൽ മുഹമ്മദ് അസീം മാലിക്കിനെയാണ് ഇപ്പോൾ പാകിസ്ഥാൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി നിയമിച്ചിരിക്കുന്നത്. സത്യത്തിൽ പാകിസ്ഥാൻ്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് എന്ന സ്ഥാനം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. ഇന്ത്യയുമായി പുതിയ സംഘർഷം ഉടലെടുത്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിനെ സർക്കാർ നിയമിക്കുന്നത്. 2024 സെപ്റ്റംബർ മുതൽ ISIയുടെ മേധാവിയാണ് ഈ മുഹമ്മദ് അസീം മാലിക്. ഇന്ത്യയിൽ നടക്കുന്ന പല ഭീകരാക്രമണങ്ങളുടെയും ബുദ്ധി കേന്ദ്രമായി ഇയാൾ പ്രവർത്തിച്ചു വരികയായിരുന്നു. കഴിഞ്ഞ പഹൽഗാം ഭീകരാക്രമണത്തിലും ISI ആണ് ഇതിന് നേതൃത്വം കൊടുത്തത് എന്ന് വ്യക്തമാണ്. അതേ ISIയുടെ മേധാവിയെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി പാകിസ്ഥാൻ നിയമിച്ചിരിക്കുന്നത് മറ്റൊരു പ്രകോപനം കൂടിയാണ്. എന്തായാലും രണ്ട് ഭാഗങ്ങളിലും യുദ്ധതന്ത്രങ്ങൾ നടക്കുകയാണ്. ഇന്ത്യയുടെ യുദ്ധതന്ത്രങ്ങൾ പ്രതിരോധിച്ച് മറ്റ് ചില തന്ത്രങ്ങൾ നടത്തുകയാണ് ഇപ്പോൾ പാകിസ്ഥാൻ. എന്തായാലും ഒരു സംഘർഷം ഈ മേഖലയിൽ ഒഴിവാക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പല രാജ്യങ്ങളും വിലയിരുത്തുന്നത്. എങ്കിൽ കൂടി അമേരിക്ക ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും ഈ സംഘർഷം ഒഴിവാക്കാനുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ട്. അമേരിക്കയും അതുപോലെ തന്നെ ഐക്യരാഷ്ട്രസഭയും എല്ലാം കാര്യങ്ങൾ വഷളാകാതെ നോക്കണമെന്ന് ഇന്ത്യയോടും പാകിസ്ഥാനോടും പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സൗദിയും ചില മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ ഇന്ത്യ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. ഭീകരാക്രമണത്തിന് നേതൃത്വം നൽകിയ പാകിസ്ഥാനെ പാഠം പഠിപ്പിക്കും എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഭാരതം. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ.
സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18-ന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ. പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്. PRS ഹോസ്പിറ്റൽ, കിള്ളിപ്പാലം, തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം.